വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കൂടെ വേറെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് മാസ്റ്റർ പീസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വേങ്ങര വന്നിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറത്ത് വേങ്ങര എന്താണ് പറഞ്ഞത്, കിളിനക്കോട് കാശ്മീർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കാശ്മീരിലാണുള്ളത്. ഇവിടെ ഒരു വീഡിയോ ആയിട്ട് സംബന്ധിച്ച് വന്നതാണ്. നമ്മുടെ ഹസീബ് റഹ്മാൻ്റെ ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെ ഷൂട്ടിങ്ങിലാണുള്ളത്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും മാസ്റ്റർ പീസിൻ്റെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അതെ, മാസ്റ്റർ പീസ് വ്ളോഗിൽ വരും. ഇതിപ്പോൾ നമ്മളിന്നാള് ചാനലിൽ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ആ ഒരു ഇലക്ട്രിക് ബൈക്ക് തന്നെ വരാനുള്ള കാരണം മുത്തുമണിയാണ്. അപ്പോൾ എന്തായാലും കിടിലം വീഡിയോസാണ് ചെയ്യുന്നത് അല്ലേ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവിധ ആശംസകളും ചാനലിൽ. അപ്പോൾ അതാ നമ്മളെ ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഫുൾ വീഡിയോ നമ്മളെ മാസ്റ്റർ പീസിൻ്റെ ചാനലുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കർ വർക്ക് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഹസീബ് ഉണ്ടാക്കിയ വണ്ടി. ഇപ്പോൾ നമ്മൾ അന്ന് കാണിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മാസ്റ്റർ പീസ് ഇപ്പോൾ വീഡിയോ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? അടിപൊളി വണ്ടിയാണ്. ഇതുപോലുള്ള ഒരു വണ്ടി ഗിയറുള്ളത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. അടിപൊളി. ഹസീബ് അടിപൊളി കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കഴിവുകൾ എങ്ങനെ ഓടിച്ചപ്പോൾ എങ്ങനെയുണ്ട്? ഓടിച്ചപ്പോഴും അത്യാവശ്യം നല്ല പവർ കാറുണ്ട്. രണ്ടാളൊക്കെ വെച്ച് ഓട്ടി നോക്കി. കിടലാണ് സംഭവം. കാരണം വണ്ടി സ്റ്റാർട്ടായി കിടക്കാണ്. ഇപ്പോഴും ഓഫ് ചെയ്തിട്ടുണ്ട്. അറിയാനല്ല സ്റ്റാർട്ടായി കിടക്കുന്നത് അല്ലേ. ആദ്യമായിട്ടല്ലേ അങ്ങനെ ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ചത് ആദ്യമായിട്ടാണ്. ഇലക്ട്രിക് കമ്പനികളുടെ വണ്ടികൾ പലതും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ആ ഒരു ഫീൽ തന്നെ വരുന്നുണ്ട് അല്ലേ. ഏറ്റവും വലിയത് അതായത് ഇലക്ട്രിക് വണ്ടിയിൽ ഗിയർ ഉള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പൊളി. പിന്നെ നിങ്ങളെ കൂട്ടുകാരൊക്കെ കൂടി എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് മനസ്സിലാക്കി. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മളെ ഹസീബ് ഉണ്ടാക്കിയ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ കുറച്ച് LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ്, അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ, ചെറിയൊരു രണ്ട് ഭാഗത്തായിട്ട് ഹാൻഡിൽ ബാറിൻ്റെ അവിടെ. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് നമ്മളെ എൻജിൻ ഭാഗം എന്ന് ഉദ്ദേശിച്ച് നമ്മളെ ഇലക്ട്രിക് മോട്ടർ വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. അതിന് താഴെയായിട്ട് ഗിയർ ബോക്സ് ഗിയറുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെയിൻ ഡ്രൈവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ. പിന്നെ സസ്പെൻഷൻ നമ്മൾ അന്ന് കാണിച്ചത് വേറെ ലെവൽ സസ്പെൻഷനാണ്. രണ്ട് സൈഡിലായിട്ട് വരുന്ന രണ്ട് സസ്പെൻഷൻ സെൻട്രലായിട്ട് അതിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സൈലൻസർ രണ്ട് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു നമ്മളൊരു ഷോക്ക് വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മളെ കീ കണക്ട് ചെയ്യേണ്ട ഭാഗം. ജസ്റ്റ് അത് ഓൺ ചെയ്താൽ ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ EV എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ടല്ലേ. EV എന്നുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോൺ ഹോൾഡർ കാര്യങ്ങൾ, പിന്നെ റിവേഴ്സിൻ്റെ ഇത്, പിന്നെ മറ്റ് മോഡുകളൊക്കെ കണ്ടോ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് മാറ്റം വരുത്തി. ഇപ്പോൾ ഒരുപാട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ ഒരു ബൈക്കായിട്ടുള്ള കൂടുതൽ ഓഫ് റോഡ് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ എന്തായാലും നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ക്ലച്ച് പിടിച്ചിക്കാണ്ട് വല്ല ക്ലച്ച് ഇങ്ങനെ വിട്ടുകൊടുത്താൽ ആദ്യം ആക്സിഡൻറ്റ് കൊടുക്കുക. വണ്ടിൻ്റെതായ അടിപൊളി സംഭവം. ഒരു പ്രത്യേക സുഖമുണ്ട് സ്റ്റാർട്ടിങ്ങല്ലേ. അങ്ങനെയുണ്ട്.
അടിപൊളിയായിട്ട് നല്ലൊരു ഹിമാലയ ആ ഒരു ലെവലിലുള്ള ഓഫ് റോഡ് വണ്ടികളിൽ പോകുന്ന അതേ രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മളെ മാസ്റ്റർ പീസ് കൂടെ ഉണ്ട്. ഇനി എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.